विनोद भाई इटू इटू सर रेडी इसको ഈ ഓണാഘോഷ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നത് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ തെലങ്കാന ഘടകം ചെയർമാൻ എന്ന നിലയിൽ എയ്മയുടെ അംഗസംഘടനയായ സൗഹൃദ കലാവേദി ശ്രീ വിനോദ് സൂചിപ്പിച്ചതുപോലെ 1500ഓളം അംഗങ്ങളുള്ള ഈ ഇരട്ട നഗരങ്ങളിലെ ഏറ്റവും വലിയ ഒരു മലയാളി സംഘടനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സഹ്യൻ്റെ സാനുക്കളും വാളയാർ ചുരവും കഴിഞ്ഞ് മലയാളി കേരളം വിടുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഉറഞ്ഞുകൂടുന്ന സാന്ദ്രമായ ചില അത്ഭുതമായക ലോകം സൃഷ്ടിക്കും ഈ വേദിയിൽ ഞങ്ങൾ പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷകളിൽ കതിപ്പു പാതിരിലെതിരോ ഉയർന്നു പൊങ്ങിയ ഒരു ഓണത്തിൻ്റെ ഓർമ്മകളുമായി വർഷകാലങ്ങൾക്കപ്പുറം 18-ാം നൂറ്റാണ്ടിലോ ഇല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലോ മഹാബലി എന്നൊരു അസുര ചക്രവർത്തി ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഓണം വർഷാവർഷം നമ്മളിലൂടെ നമ്മുടെ പൈതൃകത്തെ മലയാളിയുടെ ഗ്രഹാതുരത്വമായ ഓർമ്മകളെ ഊട്ടി ഉണർത്തുന്ന സന്ദർഭങ്ങളാണ്. എനിക്കേറെ അത്ഭുതം തോന്നിയത്, വിനോദ് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ഇതേ വേദിയിൽ വന്നിരുന്നു. ഒരു സംഘടനയുടെ സംഘാടകനായി ഇത്രത്തോളം ഓടി നടക്കുമ്പോഴും വീണ്ടും അടുത്ത ഞായറാഴ്ച മറ്റൊരു സംഘടനയുടെ കൂടെ ഇതേ വേദിയിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുമ്പോൾ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എല്ലാ അംഗസംഘടനകൾക്കും ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് സൗഹൃദയുടെ ഭാരവാഹികൾക്ക് കൈമാറുന്നു. അതോടൊപ്പം വരുന്ന ഒക്ടോബർ 1-2 സെപ്റ്റംബർ 30 ഒക്ടോബർ 1-2 തീയതികളിൽ രവി മൃഗോത്സവം എന്ന ഒരു വലിയ ഉത്സവമാണ്. അതിൻ്റെ അറിയിപ്പ് കൂടി നടത്തുകയാണ്. മലയാളിയുടെ പൈതൃകം വിളിച്ചുണർത്തുന്ന എല്ലാ തരത്തിലുള്ള നാടൻ കലകളും കലാവിരുന്നുകളുമായി വരുന്ന 3 ദിവസം സെപ്റ്റംബർ 30 ഒക്ടോബർ 1-2 തീയതികളിൽ ഹൈദരാബാദിലെ രവീന്ദ്ര ഭാരതിയിൽ 2 സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ പൈതൃകോത്സവം എന്ന് പറയുന്നൊരു വലിയ ഉത്സവം നടത്തുകയാണ്. എയ്മയുടെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറുന്നൊരു ചടങ്ങാണ്. നമസ്കാരം നേരുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഗൃഹാതുരത ഉണർത്തുന്ന മലയാളിക്ക് മാത്രം അവകാശപ്പെട്ട ഓണം നമ്മളിന്ന് കേരള സൗഹൃദ കലാവേദിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് കൊണ്ടാടപ്പെടുമ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ വളരെയധികം അഭിമാനവും അതിലേറെ ആനന്ദവുമുള്ള ഒരു സമയമാണ്. മാർത്തോമ ചർച്ചിലെ അച്ഛൻ റവറൻഡ് ഫാദർ മനോജ് യുഹാൻ വന്നിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്രകാരം നമുക്ക് ഈ വർഷവും ഓണം ആഘോഷിക്കുവാൻ, പ്രത്യേകിച്ച് മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഓണം ക്രമീകരിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓണം കേരളത്തിൻ്റെ നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ വലിയൊരു അനുഭവമാണല്ലോ, വലിയൊരു ആഘോഷമാണല്ലോ. ആ കൂട്ടായ്മ തുടർന്നും നമുക്ക് കേരളത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ആസ് എ കേരളൈറ്റ് നമുക്ക് ഒരുമിച്ച് തുടർന്നും ഈ കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ പ്രാർത്ഥനകളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സ്റ്റേറ്റ് ലെവലിലും CBSE സിലബസിലും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇതിലേക്കായി ക്യാഷ് അവാർഡ് നൽകുന്നത് നമ്മുടെ കമ്മിറ്റി അംഗവും പ്രോഗ്രാം കൺവീനറുമായ ശ്രീ KC ചാക്കോയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് V വിനോദ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ് റിഫാൻ, മുഹമ്മദ് റിയാൻ
ഇൻ്റർമീഡിയറ്റ് ലാസ്റ്റ് ഇയർ ഇൻ്റർമീഡിയറ്റിൽ നമ്മുടെ സൗഹൃദ കുടുംബാംഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ അബിൻ സന്തോഷ്, ജോ എഡ്വിൻ ജോർജ്, മുഹമ്മദ് റിഫാൻ, മുഹമ്മദ് റിയാൻ, എ കുമാർ, വി ആർ സായുജ്യ, ഇവർ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ആതിര ജയകുമാർ, വി ആർ സായുജ്യ. മൊമെൻറ്റോ നൽകുന്നതിനായി വിനോയ് ജോസഫ്. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ കെ സി ചാക്കോയെ ക്ഷണിക്കുന്നു. മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റും സൗഹൃദയുടേത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ശ്രീ കെ സി ചാക്കോ. ജനറൽ സെക്രട്ടറി വിനോയ് ജോസഫിനെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ കെ സി ചാക്കോ. കൺഗ്രാജുലേഷൻസ് ആതിര ആൻഡ് സായുജ്യ. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ കെ സി ചാക്കോ. ചിത്രകുമാർ, അനുശ്രീ, പ്രകാശ് ഇവരെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ കെ സി ചാക്കോയെ ക്ഷണിക്കുന്നു.